ചോക്ലേറ്റ് ബനാന സ്മൂതി ബൗൾ ഉണ്ടാക്കി നോക്കിയാലോ. ഹായ് ഗായ്സ്, ദിസ് ഈസ് റോമി ആൻഡ് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ബനാനാസ് ആണ്. ഞാനിവിടെ 4 ബനാന എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അമൗണ്ടിൽ എടുക്കാം, ഒരുപാട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന, ഒരു ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 4 ബനാന എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ആവണം. അതിനോടൊപ്പം നമുക്ക് ആമണ്ട്സ് എടുക്കാം. ആമണ്ട്സും പീനട്സും എടുക്കുന്നുണ്ട്, ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനും പിന്നെ കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ആമണ്ട്സ് ആൻഡ് പീനട്സ് ചേർക്കുമ്പോൾ. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ടോട്ടലി ഫൈൻ. നിങ്ങൾക്കിപ്പോൾ കൊക്കോ പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ സ്മൂതി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിന് ഷുഗറോ വേറെ ഒരു കണ്ടൻസ് മിൽക്കോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് നാച്ചുറൽ ഷുഗർ തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ സ്മൂതി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആൻഡ് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പോമോഗ്രാനറ്റും കുറച്ച് മ്യൂസ്ലിയും ആഡ് ചെയ്യുന്നുണ്ട്. കാരണം മ്യൂസ്ലി കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ക്രീമി സാധനമാണ്. പിന്നെ എപ്പോഴും ഈ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാൻ നല്ലതാണ്. ഈവൻ ലഞ്ചായിട്ടോ സ്നാക്കായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ ഇത് കഴിക്കുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബനാനാസും കൂടി ഇതിനകത്ത് ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് ക്രീമിയാണ്. ഇത് ഫ്രിഡ്ജിലും കൂടെ വെച്ച് കഴിക്കുവാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു തണുത്ത കൂളിംഗ് എഫക്റ്റോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ബൈ ആൻഡ് ടേക്ക് കെയർ.